ഹലോ. ഈ കഴിഞ്ഞ ദിവസമേ ഞാൻ ബൂം ബാങ്ങിൻ്റെ ഒരു വീഡിയോ കാണുമായിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ അമ്മയെ കൊണ്ട് സാധാരണ ചോറും കറികളും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന അമ്മ, കുറേ അസുഖങ്ങളുണ്ട് ആൾക്ക്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഷുഗർ ഉണ്ട്. ആളെ കൊണ്ടൊരു നിറച്ച് ഇറച്ചിയും മീനും അതുപോലെ മുട്ടയും ഒക്കെ മാത്രമല്ല അത് മെയിനായിട്ടുള്ള ഒരു ഡയറ്റ് പുള്ളിയെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ഷുഗറൊക്കെ കുറഞ്ഞു, ഹൈപ്പർ ടെൻഷനൊക്കെ കുറഞ്ഞു, കുറേ മരുന്നുകളൊക്കെ നിർത്താൻ പറ്റി എന്നാണ് വീഡിയോയുടെ ഉള്ളടക്കം. അതിനകത്ത് താഴെ നിറച്ച് കമൻറ്റുകളുണ്ട്, കുറേ നെഗറ്റീവാണ്, നിറച്ച് ഇങ്ങനെ അങ്ങനെ പല തെറിയൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആലോചിച്ച് ഇതല്ല, ഈ നിറച്ച് ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഡയറ്റുകളുടെ ഒരു പ്രൊഫ്യൂഷനാണല്ലേ, നിറച്ച് ഡയറ്റുകളാണ്. ഈ ഡയറ്റ് തുടങ്ങിയത് ഡോക്ടർമാർ തന്നെയൊക്കെയാണ്. അതായത് 1940-കളിലും 50-കളിലും 60-കളിലും 70-കളിലും ഈ കാർഡിയാക് റിസ്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇതെങ്ങനെ തടയാം, ഒബേസിറ്റിയും ഒരു റിസ്ക് ഫാക്ടറാണ് എന്ന് കണ്ടുപിടിക്കുകയും ഇതെങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റി നോക്കിയപ്പോൾ ഒരു ലോ ഫാറ്റ് ഡയറ്റാണ് ആദ്യം കാർഡിയോളജിസ്റ്റുകൾ പറഞ്ഞത്. കാർഡിയോളജിസ്റ്റുകൾ, പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സും ഒക്കെ. അപ്പോൾ ലോ ഫാറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കുക, അതിനനുസരിച്ച് നമ്മൾ അങ്ങനെ ഒരു ഡയറ്റ് പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഫാറ്റ് കുറച്ചതിന് ചെറിയ ഗുണം ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നെക്സ്റ്റ് 20-30 ഇയേഴ്സിൽ ഈ ഫാറ്റ് നമ്മൾ ആക്ച്വൽ സ്റ്റഡി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ലോ ഫാറ്റ് ഡയറ്റ് കഴിച്ച് തുടങ്ങിയവരെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ഭയങ്കരമായിട്ട് കൂട്ടി, ഷുഗർ ഭയങ്കരമായിട്ട് കൂട്ടി, ഷുഗറിൻ്റെ വില കുറഞ്ഞു. ലോകം മൊത്തം ഷുഗറും അങ്ങനത്തെ സാധനങ്ങൾ ആയി ഒത്തിരി ബ്രെഡ് ഒക്കെ ആൾക്കാർ തിന്നു തുടങ്ങി. പക്ഷെ അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടായിട്ടില്ല എന്ന് ആൾക്കാർ കണ്ടുപിടിച്ചു. ലോ ഫാറ്റ് ഡയറ്റ് കൊണ്ട് ഗുണമുണ്ടായവരുണ്ട്, അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പക്ഷേ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞൊരു ഡയറ്റ് പിന്നെ വന്നു. ഇപ്പോൾ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിക്കാം, പക്ഷേ അത് ഫൈബറുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആകണം. കുറച്ചുകൂടെ ഇറച്ചി, മീൻ കഴിക്കാം, മുട്ട കഴിക്കാം, കുറച്ചുകൂടെ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ ഡയറ്റായിട്ടുള്ള ഒരു ഡയറ്റായിട്ട് അത് മാറി. അത് എന്തുകൊണ്ടാണ്? പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫാറ്റ് ഡയറ്റ് ആൾക്കാർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നുകൊണ്ട് ആൾക്കാർ മെഡിറ്ററേനിയൻ ഡയറ്റാണ് കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഇപ്പോഴും മെഡിറ്ററേനിയൻ ഡയറ്റ് നല്ലൊരു ഡയറ്റായിട്ട് പലരും പറയുന്നുണ്ട്. അതേസമയം അതിനുശേഷം വന്നത് എന്താണ്? കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞൊരു ഡയറ്റ് വന്നു. അതായത് കാർബോഹൈഡ്രേറ്റ്സ് ഒട്ടും കഴിക്കാൻ പാടില്ല, എത്ര ഫാറ്റ് വേണമെങ്കിലും കഴിക്കാം, എത്ര പ്രോട്ടീൻ വേണമെങ്കിലും കഴിക്കാം, വേറെ ഒന്നും കഴിക്കാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് പാലിയോ ഡയറ്റ് എന്ന് പറയുന്നൊരു സാധനം വന്നു. അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ആൾക്കാർ, നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മൊത്തം അഗ്രികൾച്ചർ റെവല്യൂഷന് ശേഷം വന്ന ഹൈ കാർബോഹൈഡ്രേറ്റ് ഗ്രെയിൻ കൊണ്ടുള്ള ഡയറ്റും നമ്മുടെ പ്രോസസ്ഡ് ഫുഡ്സുമാണ്. പഴയ പാലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ശിലായുഗ മനുഷ്യർ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരില്ല. അവരുടെ ഡയറ്റാണ് ഏറ്റവും അടിപൊളി. അതായത് ഫിഷൊക്കെ പച്ചയ്ക്ക് കഴിക്കുക, അധികം വേവിക്കാതെ കഴിക്കുക, ചുട്ടൊക്കെ കഴിക്കുക, ഇറച്ചി മീനും അങ്ങനെയൊക്കെ മാത്രം കഴിക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികളും ഫ്രൂട്ട്സും കിഴങ്ങുകളും ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ കഴിക്കുക. ഇങ്ങനെയൊക്കെ പല പല ഡയറ്റുകൾ വന്നു. വേറൊരു തമാശ, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം വന്നു. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വേണോ അതോ ഇങ്ങനെയാണോ? ചില ഡയറ്റുകാരിൽ പറയുന്നത് നിങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം കഴിച്ചാൽ മതി. ചിലർ പറയുന്നത് നിങ്ങൾ 5, 8, 10 പ്രാവശ്യം ചെറിയ ചെറിയ മീൽസായിട്ട് കഴിക്കുക. വേറെ ചിലർ പറയുന്നത് ഓൾട്ടർനേറ്റ് ഡേ കഴിക്കുക, അതായത് ഒരു ദിവസം കഴിക്കാതെ ഇരിക്കുക, കംപ്ലീറ്റ് കഴിക്കാതിരിക്കുക, പിറ്റേ ദിവസം സാധാരണ മീൽസ് കഴിക്കുക. പക്ഷേ ഇതെല്ലാവരും ബെനഫിറ്റ് ക്ലെയിം ചെയ്യുന്നുണ്ട്, പലർക്കും ബെനഫിറ്റ് കിട്ടുന്നുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ തമാശ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാത്തിനും ഒരു കോമൺ പാത്വേ എന്താണ്? ഇതിൻ്റെയൊക്കെ ഈ ഡയറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ശരിക്കും ഒരു സക്സസ്ഫുൾ ഡയറ്റ് ആണെങ്കിൽ ഇതെന്ത് ഡയറ്റ് ചെയ്താലും നമുക്ക് ഒരു 4-5 കിലോ കുറയും. ഒരു 60 കിലോ ഒക്കെ ഉള്ള ഒരാൾക്ക് ഒരു 4-5 കിലോ കുറയാം. 80-100 കിലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ 10 കിലോ 15 കിലോ വരെയൊക്കെ ചിലപ്പോൾ കുറയാം, നമ്മൾ പ്രോപ്പറായിട്ട് അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ കുറയുമ്പോൾ നാച്ചുറലായിട്ടും ബ്ലഡ് പ്രഷർ കുറയുന്നു, ഷുഗർ കുറയുന്നു, ചിലപ്പോൾ ഡയബറ്റീസ് ഫുള്ളായിട്ട് റിവേഴ്സ് ആകുന്നു. ഇങ്ങനെയുള്ള ബെനഫിറ്റ്സ് വരുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ബോട്ടം ലൈൻ. അതായത് നമ്മൾ എനർജി കഴിക്കുന്നു, ഫുഡ് കൂടെ എനർജി ഉള്ളിലേക്ക് എടുക്കുന്നു, എക്സർസൈസൊക്കെ ചെയ്ത് നമ്മുടെ എനർജി പോകുന്നു.
അതും തമ്മിൽ തുലനം ചെയ്ത് നോക്കുമ്പോൾ എനർജി വളരെ കൂടുതലാണെങ്കിൽ നമ്മുടെ വെയിറ്റ് പതുക്കെ പതുക്കെ കൂടുന്നു. എനർജി കുറവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് പതുക്കെ പതുക്കെ കുറയുന്നു. എന്നിട്ട് നമ്മുടെ ലോ വെയിറ്റിൽ വലിയ ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് വെയിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ എക്സസ് ആയിട്ടുള്ള വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടും ചെറിയ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ബോട്ടം ലൈനായിട്ട് കാണുന്നത് എല്ലാ ഡയറ്റിലും. എന്നാൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസ് ഇതിൻ്റെ ഒന്നും ഡെഫിഷ്യൻസി വരാനും പാടില്ല. പ്രോട്ടീൻസിൻ്റെ കാര്യത്തിൽ ചെറിയ കോൺട്രവേഴ്സി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ചിലർ പറയുന്നു ഒത്തിരി പ്രോട്ടീൻസ് കഴിക്കണം, എന്നാൽ ചിലർ പറയുന്നു പ്രോട്ടീൻസ് അധികം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അതത്ര നല്ലതല്ല. ഇതൊക്കെ കൂടെ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായി അല്ലേ? അത്യാവശ്യം കൂടുതൽ കഴിക്കുന്നത് ആണ് പ്രശ്നം. വലിയ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒന്നും വരാതെ നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലും നമുക്ക് ഒബേസിറ്റി വരാത്ത രീതിയിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. ഇതാണ് ഡയറ്റുകളുടെ ബോട്ടം ലൈനായിട്ട് നമുക്ക് പറയാവുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കാലറി റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നായിരുന്നു. അതും ഏജിങ്ങും നമ്മൾ വയസ്സാവുന്നതും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മൾ എത്ര നാൾ ജീവിക്കും എന്നുള്ളതും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മളല്ല, ജീവികൾ പൊതുവെ 1930കളിലെ ഇത് നമുക്കറിയാമായിരുന്നു. ഒരു വെരി ഫേമസ് സ്റ്റഡി ഉണ്ട്. അത് 2 ഗ്രൂപ്പ് എലികളെ രണ്ടായിട്ട് തിരിച്ചു. ഒരു ഗ്രൂപ്പിലുള്ള എലികൾക്ക് സാധാരണ ഫുഡ് കൊടുത്തു, അവർ കൊടുക്കുന്ന ഫുഡ്. മറ്റേ ഗ്രൂപ്പ് എലികൾക്ക് ഈ കൊടുക്കുന്ന ഫുഡിൻ്റെ പകുതി 50% മാത്രം, ഒരു സാധാരണ ഒരു എലി കഴിക്കുന്നതിൻ്റെ 50% പകുതി ഫുഡേ അവർക്ക് കൊടുത്തുള്ളൂ. അതേസമയം വേറെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ 50%, 30 മുതൽ 50% കാലത്തേക്ക് ആയുസ് കുറച്ച് കഴിച്ച എലികളിൽ കൂടുകയാണ് ഉണ്ടായത്. ഉദാഹരണത്തിന് ഭക്ഷണം കുറച്ച് കഴിച്ച എലികൾ മറ്റേതൊരു 1.5 കൊല്ലം ജീവിക്കുമ്പം ഇതൊരു 2 കൊല്ലം വരെ ജീവിക്കും എന്ന് കണ്ടുപിടിച്ചു. എൻ്റെ തമാശ അതല്ല, ഇത് ലോകത്തിലുള്ള ഒരുമാതിരി ചെറിയ ചെറിയ ജീവികൾ, നമുക്ക് പ്രായോഗികമായിട്ട് ഈ പരീക്ഷണം ചെയ്യാവുന്ന ഒരുമാതിരിയുള്ള എല്ലാ ജീവികളിലും ഇത് സത്യമാണെന്ന് മനസ്സിലായി. ഉദാഹരണത്തിന് ചെറിയ പ്ലാനേറിയ, ചെറിയ വേംസ്, ചെറിയ ഈസ്റ്റ് പോലെയുള്ള മൈക്രോ ഓർഗാനിസംസിനടക്കം ഇത് സത്യമാണ് എന്ന് ആൾക്കാർ കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ അത് ജെറന്റോളജിസ്റ്റുകൾ, അതായത് ഈ ഏജിങ്, വയസ്സാവുന്ന ബയോളജി സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ, അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. കാരണം അത് വയസ്സാവുന്നത് സ്ലോ ഡൗൺ ചെയ്യാനായിട്ടാണല്ലോ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ജെറന്റോളജിസ്റ്റുകൾ ഇതിനെപ്പറ്റി വളരെയധികം സ്റ്റഡി ചെയ്യുകയും പിന്നീട് നെക്സ്റ്റ് ലെവലിൽ റീസസ് മങ്കീസിൽ, കുരങ്ങന്മാരിൽ ഇങ്ങനെ ഒരു സ്റ്റഡി നടക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിനിലും ഒരു സ്റ്റഡി നടന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏജിങ്, US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏജിങ്ങിലും ഇതേപോലെ ഒരു സ്റ്റഡി നടന്നു, ഈ റീസസ് മങ്കീസിൽ തന്നെ. അപ്പോൾ അതിൽ മനസ്സിലായത് 2 ഗ്രൂപ്പായിട്ട് തിരിച്ച് ഒരു ഗ്രൂപ്പിന് ഫുഡ് സാധാരണ പോലെ കൊടുക്കുകയും മറ്റേ ഫുഡിനെ കുറച്ച് കലോറി റെസ്ട്രിക്ഷൻ, ഒരു 20-25% ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റഡി നടത്തിയത്. അതിൽ കണ്ട ഒരു കാര്യം, ഈ 2 സ്റ്റഡിയിലും ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, ഷുഗർ, അതുപോലെ പല ക്യാരക്ടറിസ്റ്റിക്സും ഇംപ്രൂവ് ആവുകയാണ് ഉണ്ടായത് കുരങ്ങന്മാരിൽ. യൂണിവേഴ്സിറ്റി വിസ്കോൺസിൻ്റെ സ്റ്റഡിയിൽ, ലോങ് ടേം സ്റ്റഡിയാണ് കേട്ടോ, ആയുസ് കൂടിയതായിട്ടാണ് കണ്ടത്. അതായത് കാലറി റെസ്ട്രിക്ഷൻ ചെയ്ത, ഭക്ഷണം കുറവ് കഴിച്ച ഗ്രൂപ്പ് ഓഫ് മങ്കീസിൽ, കുരങ്ങന്മാർ കൂടുതൽ ജീവിച്ചു എന്ന് കണ്ടു. അതേസമയം യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏജിങ്ങിൻ്റെ സ്റ്റഡിയിൽ നല്ല ബെനിഫിറ്റ്സ് ഒക്കെ കണ്ടു. പക്ഷേ ഓവറോൾ സർവൈവൽ ബെനിഫിറ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിരുന്നില്ല. പക്ഷേ പിന്നീട് അതിനെ നമ്മൾ ഇഴകീറി പരിശോധിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിൻ്റെ കൺട്രോൾ ഗ്രൂപ്പ് കുറച്ചുകൂടെ ഫുഡ് സാധാരണയെക്കാളും ഇഷ്ടം പോലെ ഫുഡ്, ഷുഗറൊക്കെ ഉള്ള ഫുഡ്, അങ്ങനെയുള്ള ഫുഡാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ള ഒരു ഫുഡും ഓവറായിട്ട് കഴിക്കുന്നതും കാലറി റെസ്ട്രിക്ഷനും തമ്മിലാണ് അവിടെ കമ്പാരിസൺ വന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും സർവൈവൽ ബെനിഫിറ്റ്, ആയുസ് കൂടിയതായിട്ട് തന്നെയാണ് കണ്ടത്. അതേസമയം മറ്റേ സ്റ്റഡിയിൽ
സാധാരണ ഒരു സ്റ്റഡി വെയിറ്റ് മെയിൻ്റനൻസ് പോലെയുള്ള ഒരു ഡയറ്റും കാലറി റെസ്ട്രിക്ഷൻ തമ്മിലാണ് കമ്പാരിസൺ വന്നത്. അപ്പോൾ അതിനകത്ത് അധികം സർവൈവൽ ബെനിഫിറ്റ് കണ്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതും ഭയങ്കര കുറവായിട്ട് കഴിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ഭയങ്കരമായി കഴിക്കുന്നതും ഷുഗർ കൂടുതലുള്ള കഴിക്കുന്നതും, അതായത് ഓവർ ന്യൂട്രീഷൻ ഓവറായിട്ട് കഴിക്കുന്നതും കുറവ് കഴിക്കുന്നതും തമ്മിൽ ഒരുമാതിരി നല്ല വ്യത്യാസം അതിനകത്ത് കണ്ടു എന്നുള്ളതാണ്. അപ്പം മനുഷ്യന്മാരിലോ അവസാനം എല്ലാവരും മനുഷ്യന്മാരിലേക്ക് വരണമല്ലോ, അതിനൊരു കാലറി എന്ന് പറയുന്ന ഒരു സ്റ്റഡി നടന്നു എന്നുള്ളതാണ്. അതേസമയം സർവൈവൽ സ്റ്റഡീസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 70, 80, 100 കൊല്ലം ഒരു സ്റ്റഡി നടത്തിയാലാണ് സർവൈവൽ ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ആയുസ് കൂടുമോ മനുഷ്യൻ്റെ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇത് വെറുതെ 2 കൊല്ലം കൊണ്ട് 220 മനുഷ്യരെ റാൻഡമൈസ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് സാധാരണ ഡയറ്റും ഒരു ഗ്രൂപ്പിനെ 25% കലറി റെസ്ട്രിക്ഷനിലും വെച്ചു. പക്ഷേ 25% കലറി റെസ്ട്രിക്ഷൻ നടത്താനായിട്ട് പറ്റിയില്ല. മിക്ക ആൾക്കാർക്ക് ഒരു 10%, 15% വരെ കലറി റെസ്ട്രിക്ഷനിലേക്ക് പോകാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കണ്ടത് ഈ കലറി റെസ്ട്രിക്ഷനിലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റായിട്ടും പ്രഷർ കുറയുക, ഷുഗർ കുറയുക മുതൽ അതുപോലെ പല ബെനിഫിറ്റ്സുകളും, പല ബയോമാർക്കർ ബെനിഫിറ്റ്സ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവർ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കുറച്ച് നാളും കൂടെ ജീവിച്ചേക്കാം എന്നുള്ള ഒരു സാധനം നമുക്ക് അതിൽ നിന്ന് കിട്ടി. മാത്രമല്ല ഇവരുടെ DNA മെത്തിലേഷൻ, ചില മോളിക്കുലാർ മാർക്കേഴ്സ് ഓഫ് ഏജിങ് ഉണ്ട്. അതായത് വയസ്സാവുന്നതിൻ്റെ ചില മാർക്കേഴ്സ് നമ്മുടെ സെല്ലുകളിലുണ്ട്. അതുപോലെ DNA മെത്തിലേഷൻ മാർക്കർ അതിനകത്ത് കുറച്ച് ബയോളജിക്കൽ ഏജിങ് കുറയ്ക്കുന്നതായിട്ട്, മനുഷ്യന്മാരിൽ കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആ സ്റ്റഡിയിൽ. അതേസമയം വേറെ ചില മാർക്കേഴ്സിൽ വലിയ മാറ്റമൊന്നും കണ്ടിട്ടുമില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കും, അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. എന്തുകൊണ്ടായിരിക്കും കലറി റെസ്ട്രിക്ഷൻ എന്തുകൊണ്ട് ഈസ്റ്റിലും പ്ലാനേറിയൻ വേംസിലും എലികളിലും മനുഷ്യരിലും ഒരേ ഇഫക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതിനൊരു ഇവല്യൂഷണറി പോസിബിൾ എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് മേക്കിംഗ് ഒരു പ്രോബ്ലം സോൾവിങ് മെഷീൻസിനെ ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പം നമ്മുടെ എപ്പോഴും നമ്മൾ ഏത് ജീവിക്കും 2 തരം സിറ്റുവേഷൻസ് വരാം. എൻവയൺമെൻറ്റിൽ അത് ജീവിക്കുമ്പോൾ പ്രകൃതിയിൽ നിന്ന് 2 തരം സിറ്റുവേഷൻസ് വരാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫുഡുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇഷ്ടം പോലെ ഒരു ഫുഡുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം ബോഡിക്ക് എന്താണ് നല്ലത്, പെട്ടെന്ന് ഗ്രോ ചെയ്യുക, നന്നായിട്ട് വളരുക, പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുക, കുട്ടികളെ വളർത്തുക, അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക. ഇത് പെട്ടെന്ന് ഫുഡുള്ളപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. എന്നാലല്ലേ അടുത്ത ജനറേഷന് ജനറേഷൻ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഫുഡ് തീരെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഈ റീപ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളെങ്ങനെ സർവൈവ് ചെയ്യും? കുട്ടികളും ചാവും, നമ്മളും ഒരുമിച്ച് ചാവും. അതിന് പകരം നമ്മുടെ ഈ ഗ്രോത്തും റീപ്രൊഡക്ഷനും ഒക്കെ അതിൻ്റെയൊക്കെ അതിൽ നിന്നുള്ള ആ ഒരു ഫോക്കസ് മാറ്റിയിട്ട് നമ്മുടെ ആയുസ് കൂട്ടി ഒരു സർവൈവൽ മോഡിൽ, മെയിൻ്റനൻസ് മോഡിലേക്ക് മാറിയാൽ പതുക്കെ നമ്മൾ കുറേ നാളെ ജീവിച്ചിരുന്നിട്ട് ഫുഡ് ഇഷ്ടം പോലെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷനിലേക്ക് മാറിയാൽ അതൊരു ബെറ്റർ സ്ട്രാറ്റജി അല്ലേ? ആണ്. അപ്പോൾ അതുപോലെ ഒരു ബെറ്റർ സ്ട്രാറ്റജി എവല്യൂഷൻ ഇവോൾവ് ചെയ്ത് വന്നതാണ് ഈ ഒരു ഇത് എന്ന് വിചാരിക്കുന്നവർ കുറേ ആൾക്കാരുണ്ട്. അതിന് സമാനമായ ഒത്തിരി തെളിവുകളുണ്ട്. അതായത് ചില പാത്വേസ്, സെല്ലുലാർ പാത്വേസ് ഒക്കെ കലറി റെസ്ട്രിക്ഷൻ മൂലം മാറുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇതിനൊരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വിചാരിച്ച് നമ്മൾ ഒത്തിരി ഭക്ഷണം കുറയ്ക്കാനായിട്ട് നോക്കരുത് എന്നുള്ളതാണ് ബോട്ടം ലൈൻ. കാരണം ഇപ്പം നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് അനറക്സിയ, ബുലീമിയ മുതലായ ഭക്ഷണം തീരെ കഴിക്കാത്ത ഇരിക്കുന്ന ഒരവസ്ഥ. അത് ഭയങ്കര മാരകമാണ്. ചെറിയ കുട്ടികളും കൗമാരക്കാരും ഒക്കെ മരിച്ചു പോകുന്ന ഒരു അസുഖമാണ്. അതായത് അവരിങ്ങനെ കഴിക്കാതിരുന്നിരുന്ന് അപ്പം അതുമാത്രമല്ല, തീരെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെൽത്തും ലോഞ്ചിവിറ്റിയും കുറയുന്നു എന്നുള്ളതിന് നമുക്ക് നല്ല തെളിവുകളുമുണ്ട്. പല സ്റ്റഡീസും നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് ഒരു റേഞ്ചിലാണ്, ഒത്തിരി ഓവർ വെയ്റ്റ് ഇല്ലാതെ ഇരിക്കുക, ഒരു ഹെൽത്തി വെയ്റ്റ് റേഞ്ച്. ആ ഹെൽത്തി വെയ്റ്റ് റേഞ്ചിൻ്റെ താഴോട്ട് വരുമ്പോഴും നമുക്ക് സർവൈവൽ കുറവാണ്. എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാത്രമല്ല നമുക്ക് വയസ്സാവും തോറും നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ ഇൻടേക്കും ഒക്കെ വേണം താനും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡറേഷനാണ്
ഇപ്പോഴത്തെ തെളിവുകൾ വെച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യം മോഡറേഷനാണ്. അതായത് നമ്മൾ അധികം കഴിക്കാതിരിക്കുക, കഴിച്ച് നമ്മുടെ വെയിറ്റ് എല്ലാ കൊല്ലവും ഇങ്ങനെ കൂടി വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് അത് ശരിയല്ല. നമ്മൾ കുറഞ്ഞ് നമ്മുടെ മസിൽ മാസും പ്രോട്ടീനും ഒക്കെ പോയി നമുക്ക് എക്സർസൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒരിക്കലും വരുത്തരുത്. നമ്മൾ നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ആവശ്യത്തിന് എക്സർസൈസ് ചെയ്യുക, ഓവറായിട്ട് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് സ്റ്റൈലിലാണ് പോവുക. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ അതിന് ഏത് തരം ഡയറ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് കുറവാണ് എന്നാണ് പലപ്പോഴും തോന്നുന്നത്. ന്യൂട്രീഷൻ എല്ലാം നമുക്ക് ഒരു നല്ല രീതിയിൽ വേണം. പ്രോട്ടീൻസ് ആവശ്യത്തിന് മതി, കുറയുകയും വേണ്ട, കൂടുകയും വേണ്ട. ഇതാണ് പ്രോട്ടീൻസിനെ പറ്റി ഇനി വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷെ പൊതുവെ ഇതൊക്കെയാണ് നമുക്ക് പറയാവുന്ന ഒരു കാര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ പല സ്റ്റഡീസും തരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഫുഡ് ആവശ്യത്തിന് കഴിക്കുക, എക്സർസൈസ് മിതമായി ചെയ്യുക, നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വലിയ മാജിക്കൊന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.